ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിലാറേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പാട്ട് വിശേഷങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണിന്ന്. മ്യൂസിക് തെറാപ്പിയിലൂടെ ഏറ്റവും പ്രയോജനകരമായ രീതിയിൽ നമുക്ക് നമ്മുടെ സന്തോഷത്തെ നിലനിർത്താൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ അഭിപ്രായത്തിൽ ജോസഫ് ജോൺ സാറിന്റെ നേതൃത്വത്തിൽ നമ്മളിന്ന് പാട്ട് പാടാനും പാട്ട് ആസ്വദിക്കാനും ഒക്കെ പോവുകയാണ്. ഇന്ന് കല്യാണി രാഗം എന്ന് പറയുന്ന മനോഹരമായ ഒരു രാഗത്തിന്റെ അകമ്പടിയോടുകൂടി വളരെ കൃത്യമായി നമ്മള് പാട്ടിന്റെ പാലാഴിയിലേക്ക് നീങ്ങുക. അപ്പൊ നിങ്ങളെല്ലാവരെയും പാട്ട് പാടാനും പാട്ട് കേൾക്കാനും സ്വാഗതം ചെയ്തു. ജോസഫ് ജോൺ സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ജോസഫ് ജോൺ സാർ, യു ആർ വെൽക്കം. സർവശക്തനായ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. പാട്ടുവിശേഷങ്ങളുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കുന്നത്. ആദ്യ സെഗ്മെന്റിൽ നമ്മൾ സംഗീത ചികിത്സയെക്കുറിച്ചുള്ള പൊതുവിവരങ്ങൾ പറയും. ഈ ഇന്നത്തെ സെഷൻ തന്നെ 3 സെഗ്മെന്റുകളാണ്. രണ്ടാമതായി രാഗപരിചയം. അതിൽ നിന്ന് നമ്മൾ സർവരോഗ സംഹാരി എന്ന് അറിയപ്പെടുന്ന കല്യാണി രാഗത്തെ പരിചയപ്പെടും. അതിനുശേഷം പാട്ടുവിശേഷം, ഒരു പാട്ട് ഗ്രാമത്തിലേക്ക് നമുക്ക് ഒരുമിച്ചൊരു യാത്ര ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഈ യാത്രയിൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മ്യൂസിക് തെറാപ്പി. മ്യൂസിക് തെറാപ്പി പ്രവൃത്തി പദത്തിലെത്തണമെങ്കിൽ മ്യൂസിക്കിനെ പറ്റി അറിയണം, തെറാപ്പിയെ പറ്റി അറിയണം, ജീവിതത്തെ പറ്റി അറിയണം, ജീവജാലങ്ങളിൽ സംഗീതത്തിൻ്റെ സ്വാധീനത്തെ പറ്റി അറിയണം. സംഗീതം നമുക്കറിയാം സമുദ്രം പോലെയാണ്, അല്ലേ? ആഴവും വിസ്തൃതിയും അളക്കാനേ സാധിക്കില്ല. മനുഷ്യൻ്റെ ആത്മീയ അനുഭവങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് സംഗീതം. മനുഷ്യൻ്റെ ആത്മീയ അനുഭവങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് സംഗീതം. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാന്നറിയാമോ? ചാൾസ് ഡാർവിൻ. ആരായിരുന്നു ചാൾസ് ഡാർവിൻ? ചാൾസ് ഡാർവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേൾക്കാമോ? കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണോ? പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. അപ്പോ പരിണാമ പ്രക്രിയയിൽ പോലും സംഗീതത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. പ്രപഞ്ചം മുഴുവൻ സംഗീത സാന്ദ്രമാണ്. പ്ലേറ്റോ പറഞ്ഞിട്ടുണ്ട്, പ്രപഞ്ചത്തിന് ആത്മാവിനെ അല്ലെങ്കിൽ ചേതനയെ നൽകുന്നത് സംഗീതമാണ്. മനസ്സിന് ചിറകുകൾ നൽകുന്നത്, അതുപോലെ തന്നെ ഭാവനയ്ക്ക് പറക്കാൻ സഹായിക്കുന്നതൊക്കെ സംഗീതമാണ്. നമുക്കറിയാം, പ്രകൃതിയിലേക്കൊന്ന് നോക്കൂ. ജലമർമ്മരങ്ങൾ, മുളകൾ കാറ്റിലാടുമ്പോൾ, ഒരില നിലം പതിക്കുമ്പോൾ, പൂവിരിയുമ്പോൾ, വിത്തുകൾ പൊട്ടിച്ചിതറുമ്പോൾ, മന്ദമാരുതൻ തഴുകി ഒഴുകുമ്പോൾ, കടൽ തീരത്ത് പോയിരുന്നാൽ നമുക്ക് തിരയുടെ സംഗീതം എത്ര കേട്ടാലും മതി വരില്ല, അവിടുന്ന് പോരാൻ തോന്നുകയില്ല, അല്ലേ? അതാണ് പ്രകൃതി സംഗീത സാന്ദ്രമാണെന്ന് പ്ലേറ്റോ പറഞ്ഞത്. എല്ലാ ശബ്ദവും മനുഷ്യന് കേൾക്കാൻ പറ്റുമോ? ഇല്ല. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദവീചികളാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്. Frequency of a wave is measured in hertz. തരംഗ ദൈർഘ്യം is measured in hertz. 1 hertz is the frequency of a body which completes 1 vibration or oscillation per second. ഒരു സെക്കൻഡിൽ ഒരു ബോഡി ചലിക്കുന്നതാണ്. In 1 moment or in 1 minute, അപ്പോൾ എത്രയുണ്ടാവും? It will be 60 oscillations.
മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത ശബ്ദവീചികൾ ഉണ്ട്. മനുഷ്യന് കേൾക്കാൻ പറ്റാത്തതും മറ്റ് ജീവികൾക്ക് കേൾക്കാവുന്നതുമായ ശബ്ദവീചികളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, അല്ലേ? ഇവിടെ പറഞ്ഞു സംഗീതം ആത്മീയ അനുഭവത്തിൽപ്പെടുന്നു എന്ന് ചാൾസ് ഡാർവിൻ പറഞ്ഞു. എങ്ങനെയാണ് സംഗീതം ആത്മീയ അനുഭവമാകുന്നത്? ജീവിതം എന്തിനാണ്? ജീവിതം ഈസ് ടു സെലിബ്രേറ്റ്. ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹൗ ക്യാൻ വൺ ബി ഹാപ്പി? എങ്ങനെയായിരിക്കാൻ പറ്റും? സെലിബ്രേഷൻ ഓഫ് യുവർ ബ്ലെസ്സിങ്സ് ഈസ് ഹാപ്പിനെസ്. നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് ഉണ്ടല്ലോ, അതേക്കുറിച്ച് ചിന്തിക്കുക. പാട്ട് പാടാൻ, പാട്ട് ആസ്വദിക്കാൻ, ഇതൊക്കെയുള്ള കഴിവുകൾ അത് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. എല്ലാ ബ്ലെസ്സിങ്സും അത് സെലിബ്രേറ്റ് ചെയ്യണം. സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് ഉണ്ടാവുക. ഓഷോ പറയുന്നത് കേൾക്കൂ. ദൈവം ആഘോഷമാവുന്നു. നിങ്ങൾ ആടുകയും പാടുകയും ആഘോഷിക്കുകയും ചെയ്യാത്തിടത്തോളം ഈശ്വരനു വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് വേണം കരുതാൻ. ദൈവം ഒരു ഗാനമാകുന്നു. ദൈവം ഒരു നൃത്തമാകുന്നു. ഗൗരവക്കാരും വിഷാദികളുമായവരിലേക്ക് ഈശ്വരൻ ഇറങ്ങി വരാൻ സാധിക്കില്ല. ദുഃഖം ഒരുവനെ സങ്കോചിപ്പിക്കുകയും ആനന്ദം വികസിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആനന്ദത്താൽ വികസിക്കുമ്പോൾ മാത്രമാണ് ഈശ്വരന് നമ്മളിൽ പ്രവേശിക്കുവാൻ സാധിക്കുക. ആത്മീയ അനുഭവം തന്നെയാണ് സംഗീതം എന്ന് നാം കണ്ടു. ശ്രവിക്കുക എന്ന് പറയുന്നത്, ശ്രവണം ഒരു ശാരീരിക പ്രക്രിയയാണ്, അല്ലെ? പക്ഷെ അതിൻ്റെ പ്രഭാവം എവിടെയാണ് പതിക്കുക? ആത്മാവിലാണ് പതിക്കുക. കൃഷ്ണ നീ വേഗനെ മാറോ. എവിടെയാ പതിച്ചത്? നമ്മുടെ ഹൃദയത്തിലാണ്. ഒരു മയിൽ പീലിയായി ഞാൻ ജനിക്കുമെങ്കിൽ നിന്റെ തിരുമുടിക്കുടന്നയിൽ തപസിരിക്കും. ആത്മാവിൻ ആഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നുമേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവെച്ചു, മാറോടെന്നെ ചേർത്തണച്ചു, എന്തൊരാനന്ദം. സണ്ണി സ്റ്റീഫൻ ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. ഏറ്റുമാനൂരുകാരനാണ്. അപ്പോൾ ഈ പാട്ടുകളൊക്കെ ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുന്നത്, നമുക്കറിയാം. നന്ദിയോടു നാൻ തുതി പാടുവേൻ എൻ തൻ യേശുനാഥനെ. എനക്കായി നീർ ചെയ്തിട്ട നന്മയ്ക്കായി என்றுം നന്ദി കൂറുവേൻ ഞാൻ. അപ്പൊ പാട്ടിന്, സംഗീതത്തിന് ഭാഷയില്ല. ഞാൻ 4 വരി പാടിയത് തമിഴിലാണ്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. അങ്ങനെ എല്ലാ നല്ല പാട്ടുകളും ഞാൻ പറയുന്നു തൊടുന്നത് ഹൃദയത്തെയാണ്. അതുകൊണ്ടാണ് ഷേക്സ്പിയർ പറഞ്ഞത് മ്യൂസിക് ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. ജീവിതത്തെ രുചികരമാക്കുന്ന സ്പൈസ്, ജീവിതത്തെ രുചികരമാക്കുന്നത് സംഗീതമാണ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. പ്ലേറ്റോ പറയുന്നു സംഗീതവും കായിക വിനോദവും ശരീരത്തിനും ആത്മാവിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന 2 ഘടകങ്ങളാണ്. മാർട്ടിൻ ലൂതർ കിങ്ങിന് സംഘർഷങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും മനസ്സിന് മോചനം നൽകാൻ ശക്തിയുള്ള ദൈവീക കലയാണ് സംഗീതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് സംഗീത ചികിത്സയും യോഗ ചികിത്സയും നമ്മുടെ മസ്തിഷ്കത്തെയും നാഡീവ്യൂഹത്തെയുമാണ് സ്വാധീനിക്കുക. മസ്തിഷ്കം, നാഡീവ്യൂഹം എന്നിവയുടെ സുഗമമായ പ്രവർത്തനം തന്നെയാണ് രോഗമുക്തിയെ സഹായിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നമുക്ക് അല്പം ചരിത്രം കേൾക്കാം, സംഗീത ചികിത്സയുടെ ഉത്ഭവം. അതിനുശേഷം കല്യാണി രാഗത്തിലേക്കൊക്കെ വരാം. ഈ ചരിത്രം ഇന്ന് തുടങ്ങി വയ്ക്കുന്നതേ ഉള്ളൂ. നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ ചരിത്രം തുടരുന്നതായിരിക്കും.
സംഗീത ചികിത്സയുടെ ഉത്ഭവം. Music has been used for treatment purposes since the earliest times. Time immemorial, അല്ലേ? ഓർമ്മ വരുന്ന കാലത്തിന് മുമ്പ് തന്നെ സംഗീത ചികിത്സ നിലവിൽ നിന്നിരുന്നു എന്ന് നമുക്ക് കാണാം. From time immemorial there was music therapy. പ്രാചീനകാല മനുഷ്യർക്ക് എങ്ങനെയായിരുന്നു സംഗീതം? അതെന്തോ ഒരു മാജിക് അല്ലെങ്കിൽ മിസ്റ്റിക് ഇന്ദ്രജാലമോ അല്ലെങ്കിൽ ഒരു ഗൂഢമായ എന്തോ ആയിരുന്നു പ്രാചീന കാലത്ത് മനുഷ്യർക്ക് സംഗീതം. ബട്ട് ഇറ്റ് ഹാഡ് ഇൻഫ്ലുവൻസ് ഓൺ ദം. അവരും അറിഞ്ഞിരുന്നു സംഗീതത്തിന് മനുഷ്യരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന്. അവരെന്ത് ചെയ്തു? ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളുമായി അതിനെ കൂട്ടിയിണക്കി. അപ്പോൾ എന്താണ് സംഭവിക്കുക? ജോലിയൊക്കെ വളരെ അനായാസമായി ചെയ്യുവാനൊക്കെ സാധിക്കുന്ന രീതിയിൽ സംഗീതത്തെ അവരുടെ ദൈനംദിന പ്രവൃത്തികളുമായി കൂട്ടിയിണക്കി. അത് നമുക്ക് പിന്നീട് വരുമ്പോൾ കാണാൻ പറ്റും. നാടൻ പാട്ടുകളും കൊയ്ത്ത് പാട്ടുകളും അങ്ങനെയുള്ള പാട്ടുകളൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. അപ്പോൾ തുടക്കം ഇതായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവര് സംഗീതം ഉപയോഗിച്ചത് വേറൊരു കാര്യത്തിനാണ്. വികൃതികളായ യക്ഷികൾ അല്ലെങ്കിൽ ഏഞ്ചൽസ്, മാലാഖമാർ, അവരെ വശീകരിക്കാൻ, അവരെ ആകർഷിക്കുവാൻ അവർ സംഗീതം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം ഷേക്സ്പിയറുടെ മാക്ബത്തിൽ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള രംഗങ്ങളുണ്ട്, അല്ലേ? മാക്ബത്ത് വിച്ചസ്, നമ്മളത് വായിച്ചിട്ടുള്ളതാണ്. രോഗം ഭേദമാക്കുന്ന അനുഷ്ഠാനങ്ങൾ അന്നുണ്ടായിരുന്നു. ക്യൂറേറ്റീവ് റിച്വൽസ് വെയർ കോമൺ ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്രോണിക് and psychosomatic diseases. Curative rituals, രോഗം ഭേദമാക്കുവാനുള്ള അനുഷ്ഠാനങ്ങൾ അവർ ആചരിച്ചു പോന്നിരുന്നു എന്നാണ് പറയുക. ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്രോണിക് ആൻഡ് സൈക്കോസൊമാറ്റിക് ഡിസീസസ്. മാനസിക രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ മാനിയ, ഡിപ്രഷൻ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് സംഗീത ചികിത്സ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നു. സംഗീത ചികിത്സയെ സംബന്ധിച്ച് ശാസ്ത്രീയവും ചരിത്രപരവുമായ തെളിവുകൾ നമുക്ക് ബൈബിളിൽ കാണാം. ഡിപ്രഷൻ ഉണ്ടായിരുന്ന രാജാവിനെ ദാവീദ് എന്ന യുവാവ് കിന്നരി മീട്ടി പാട്ടുപാടി ആ ഡിപ്രഷൻ ലഘൂകരിച്ചിരുന്നു എന്ന് പറയാം. ഉറക്കം വരാതെ കഷ്ടപ്പെട്ടിരുന്ന രാജാവിനെ ദാവീദ് കിന്നരി മീട്ടി പാട്ടുപാടി ഉറക്കിയിരുന്നു എന്നും പറയുന്നു. Ancient Greeks believed that music can influence both soul and body. ശരീരത്തെയും ആത്മാവിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് ഏൻഷ്യന്റ് ഗ്രീക്കുകാർ വിശ്വസിച്ചിരുന്നു. അതിൽ ഇംപ്ലിമെന്റിംഗ് ലോ ആൻഡ് ഓർഡർ, പൈതഗോറസ് മുന്നോട്ട് വെച്ചതാണ് ഇംപ്ലിമെന്റിംഗ് ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ റെഗുലേറ്റ് ചെയ്യുക. നമ്മുടെ ശരീരത്തെ എടുത്ത് നോക്കുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് വേണേൽ പറയാം. ലോ ആൻഡ് ഓർഡർ, ടു ഇംപ്ലിമെന്റ് ലോ ആൻഡ് ഓർഡർ. ദെൻ ഫോമിങ് പേഴ്സണാലിറ്റി, പ്ലേറ്റോയുടെ അഭിപ്രായത്തിൽ വ്യക്തിത്വ രൂപീകരണത്തിലും സംഗീതം ഉപകരിച്ചിരുന്നു. ദെൻ ബൈ ഗിവിംഗ് റിലീഫ് ഫ്രം അക്യുമുലേറ്റഡ് ഇമോഷൻസ്. അങ്ങനെ അക്യുമുലേറ്റഡ് ഇമോഷൻസ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലേ? അത് ഒഴിവാക്കാൻ, അവയിൽ നിന്നും ശുദ്ധീകരിക്കുവാനായിട്ട് സംഗീതം ഉപയോഗിക്കാമെന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഡിപ്രസീവ് പേഷ്യൻസ്, ഡിപ്രഷനുള്ള പേഷ്യൻസിന് സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെന്റ്, അതും നോയ്സി സൗണ്ട്സുമാണ് ഉപയോഗിച്ചിരുന്നത് ഡിപ്രഷൻ അകറ്റാനായിട്ട്. അപ്പോൾ അതെന്താ ചെയ്യുക? ടു ടിയർ ഓഫ് ദെയർ അൺപ്ലസന്റ് തോട്ട്സ്. അവരുടെ അൺപ്ലസന്റ് തോട്ട്സ് ഈ ബഹളമയമായ പാട്ട് കേൾക്കുമ്പോഴും ഈ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് വായിക്കുമ്പോഴും ഒക്കെ മാറുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിഭ്രമം ഉള്ള അവസ്ഥ, മാനിക് ആയിട്ടുള്ള കേസുകളിൽ ശാന്തസംഗീതമാണ് ഉപയോഗിക്കുക. ശാന്തസംഗീതത്തോടൊപ്പം ഒരു ഉപകരണവും അവരുപയോഗിക്കും, ഫ്ലൂട്ട്. ഫ്ലൂട്ടിൻ്റെ അകമ്പടിയോടെയുള്ള ശാന്തസംഗീതമാണ് അതിഭ്രമമുള്ള അവസ്ഥയെ ചികിത്സിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് തുടർന്ന്
ഇൻ ദ മിഡിൽ ഏജസ്, മിഡിൽ ഏജസിൽ എന്തായിരുന്നു എന്ന് നോക്കാം. മിഡിൽ ഏജസിലെ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും. ഇൻ ദ മിഡിൽ ഏജസ് psychiatric disorders were considered as punishment for sins or satanic possession. എന്ത് കഷ്ടമാണെന്ന് നോക്കിയല്ലേ. സാത്താന്റെ പൊസഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പാവങ്ങളുടെ ശിക്ഷ were considered as punishment for their sins or satanic possession. സാത്താൻ പ്രവേശിച്ചതുകൊണ്ടാണെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പോഴെന്താ സംഭവിക്കുക? സാത്താൻ പ്രവേശിച്ചവനെ എന്ത് ചെയ്യും? ശരിക്ക് പെരുമാറും അല്ലേ? അക്കാലത്ത് മിക്ക സമൂഹങ്ങളിലും മാനസിക രോഗികളെ പീഡിപ്പിക്കുന്നത് പതിവായിരുന്നു. പിശാചിനെ ഒഴിപ്പിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയവനെ ശിക്ഷിക്കാൻ ഒക്കെ മെനക്കെട്ടിരുന്നു അവർ. ഇതിന് വിപരീതമായി അറേബ്യൻ രാജ്യങ്ങളിൽ അങ്ങനെയല്ല അവർ വിശ്വസിച്ചത്. മാനസിക രോഗം ദൈവകൃപ കൊണ്ടാണ്, ദൈവത്തിൻ്റെ സന്നിവേശമാണ് എന്നവർ കണ്ടു. അതുകൊണ്ട് അവർക്കായി വാർഡുകൾ നിർമ്മിച്ച് സംഗീത ചികിത്സ നൽകിയതായും പറയപ്പെടുന്നു. സംഗീത ചികിത്സാ ചരിത്രം അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരാം. ഇതിന് എന്തെങ്കിലും കമൻറ്റുകൾ ആർക്കെങ്കിലും പറയാനുണ്ടോ? കൂടുതൽ അറിവുകൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പങ്കുവയ്ക്കാം. ഏൻഷ്യൻ്റ് ടൈം ആയിരിക്കണം. ഓക്കെ, നമുക്കിനി അടുത്ത എപ്പിസോഡുകളിൽ കൂടുതൽ ചർച്ച ചെയ്യാം. ഹലോ സർ. പറഞ്ഞു. ചാൾസ് ഡാർവിൻ ഡ്രോയിങ്ങിന്റെ സാറല്ലേ? ചാൾസ് ഡാർവിൻ ഡ്രോയിങ്ങിന്റെ സാറായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സംഗീതത്തിന്റെ വേറെ സാർമാരൊക്കെ കേട്ടിട്ടുള്ളത്. സംഗീതത്തിന്റെ ആണെന്നല്ല ഞാൻ പറഞ്ഞത്, ശാസ്ത്രജ്ഞനാണെന്നാണ് പറഞ്ഞത്. ശാസ്ത്രജ്ഞനാണ്. പരിണാമ സിദ്ധാന്തം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംഗീതം ആത്മാവിന്റെ ഒരു പ്രവർത്തനമാണ്, ആത്മാവിലാണ് അതിന്റെ പ്രയോഗം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പരാമർശിച്ചത്. ചിത്രകാരനല്ല, ഡ്രോയിങ്കാരനല്ല ചാൾസ് ഡാർവിൻ കേട്ടോ. ചിത്രകാരനല്ല. അല്ല. എന്തായാലും മ്യൂസിക്കിന്റെ ചരിത്രത്തെ കുറിച്ചിട്ട് എനിക്ക് കേട്ടപ്പോ എനിക്ക് എന്തോ വ്യത്യാസം തോന്നി. നിങ്ങൾ പഠിച്ചത് വേറെ ചരിത്രമാണ്, ഇവിടെ അടുത്ത കാലത്ത് നിർമ്മിച്ചതായിരിക്കും. അപ്പോൾ ആർക്കും സംഗീതത്തെ കുറിച്ച് പറയാമല്ലോ. ചിത്രകാരനായാലും ശാസ്ത്രജ്ഞനായാലും, ഇപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നു, നാടകകാരനായാലും എഴുത്തുകാരൻ. അപ്പോൾ അതൊരു വസ്തുതയാണ്, അവരുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞതാണ്, അവരുടെ ഗ്രാഹ്യത്തിൽ നിന്നും പറഞ്ഞു വെച്ചതാണ് നമ്മളിവിടെ കോട്ട് ചെയ്യുന്നത്. നമുക്ക് അടുത്തതായി രാഗപരിചയത്തിലേക്ക്, താങ്ക് യു ഫോർ ദി കമൻസ്, രാഗപരിചയത്തിലേക്ക് കടക്കാം. രാഗപരിചയം ഇന്ന് സർവരോഗ സംഹാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാഗമാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, ഏതാണ് ആ രാഗം? കല്യാണി രാഗം. യെസ്, അതൊന്ന് പറയുക. നമ്മളൊന്ന് പറയുമ്പോൾ അതിലേക്ക് കൂടുതൽ നമ്മൾ മനസ്സ് ഉറപ്പിക്കും. അതുകൊണ്ടാണ് ഞാനൊന്ന് പറയാൻ പറഞ്ഞത്. കല്യാണി രാഗം കർണാടക സംഗീതത്തിൽ പ്രധാനപ്പെട്ട രാഗങ്ങളിൽ ഒന്നാണ് കല്യാണി രാഗം. സംഗീത ചികിത്സയിൽ കല്യാണി രാഗത്തിലുള്ള സ്വാധീനം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള രാഗമാണ്, ജനപ്രിയ രാഗമാണ് കല്യാണി. 72 മേളകർത്ത രാഗങ്ങളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അതിൽ 65ാമത് രാഗമാണ് കല്യാണി. ഇതറിയപ്പെടുന്നത് മേജ കല്യാണി എന്നുള്ളതാണ്. മേജ കല്യാണി ഈ രാഗത്തിൻ്റെ പേരെങ്ങനെയാണ്? ഇത് പ്രശസ്തമായ 29ാമത് അമ്മരാഗമായ ശങ്കരാഭരണത്തിൻ്റെ പ്രതിമധ്യമ രാഗമാണ് എന്ന് പറയുന്നു. പ്രതിമധ്യമ രാഗമാണ് കല്യാണി. 29ാമത് അമ്മരാഗമായ ശങ്കരാഭരണത്തിൻ്റെ പ്രതിമധ്യമ രാഗമാണ് കല്യാണി. ഏറ്റവും പ്രശസ്തമായ പ്രതിമധ്യമ രാഗം കൂടി ആണ് കല്യാണി. ഒരു പ്രാവശ്യം കേൾക്കാൻ തന്നെ ആരെയും ആകർഷിക്കാൻ കഴിവുള്ള രാഗം. സംഗീതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന രാഗം എന്ന് പറയാം.
ലളിതഗാന ശാഖയിലും സിനിമാ ഗാന ശാഖയിലും കീർത്തനങ്ങളിലും എല്ലാം കല്യാണിയുടെ സ്വാധീനം, സാന്നിധ്യം വളരെ വലുതാണ്. നമുക്ക് കല്യാണിയുടെ സാബു സാറേ ആരോഹണം അവരോഹണം ഒന്നിട്ടുള്ളൂ. സ്വരസ്ഥാനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്ധരഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, കാകളി നിഷാദം. കല്യാണിയുടെ ആരോഹണ അവരോഹണങ്ങൾ കേൾക്കാം. ഇല്ല സാർ, അത് ഇടുന്നവരെ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഈ രാഗം ഏത് സമയത്തും പാടാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ സാർവകാലിക രാഗം എന്ന് പറയും. ഏത് സമയത്ത് വേണമെങ്കിലും പാടാം. പക്ഷെ വൈകുന്നേരങ്ങളിലാണ് കൂടുതൽ പ്രഭാവം ഈ ഗാനത്തിന്, ഈ രാഗത്തിനുള്ളത്. ഓക്കെ സാർ, നമുക്ക് ആരോഹണം അവരോഹണം ഒന്ന് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അടുത്തതിലേക്ക് പോകാം. ധാരാളം കൃതികൾ ഈ രാഗത്തിലുണ്ട്. കച്ചേരികളിൽ സാധാരണ പാടുന്ന രാഗമാണ് കല്യാണി. പങ്കജലോചന, ഹിമാദ്രി സുതേ, സ്വാതി തിരുനാൾ കീർത്തനങ്ങൾ, പദങ്ങൾ. ഒരു സ്വാതി തിരുനാൾ കീർത്തനം നമ്മൾ കേൾക്കാം. കിന്തു ചെയ്വു ജാനിന്നഹോ എന്ന സ്വാതി തിരുനാൾ കീർത്തനം. സാർ രണ്ടാമത്തെ വീഡിയോ ഇട്ടോളൂ. അല്പം പ്ലേ ചെയ്തിട്ട് ഓക്കെ, താങ്ക് യു. എന്നും അരമണിക്കൂർ തുടർച്ചയായി ഗാനം കേൾക്കുക. രോഗങ്ങൾക്ക്, മനസ്സിന് ആശ്വാസം കിട്ടും. ഹൃദയ സംബന്ധിയായ രോഗങ്ങളിൽ നിന്നും ശമനം കിട്ടും. കല്യാണി രാഗം എന്നും അരമണിക്കൂർ തുടർച്ചയായിട്ട് കേൾക്കണം കേട്ടോ. ഭക്തിസാന്ദ്രവും പരിശുദ്ധവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഈ രാഗത്തിന് കഴിയും. യമുന കല്യാണി 65ാമത് അമ്മരാഗമായ കല്യാണിയുടെ ഒരു ജന്യരാഗമാണ്. അതിൽ നിന്ന് ജന്യരാഗമാണ് യമുന കല്യാണി. ഇത് ഭക്തി, ശൃംഗാര, ഗംഭീര വാസനകൾക്ക്, ശാന്ത രസങ്ങൾക്ക് ഉതകുന്നതാണ്. ഈ രാഗം വശ്യമനോഹരവും സാന്ദ്രവുമാണ്. യമുന കല്യാണി ചലച്ചിത്ര ഗാനങ്ങളിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ഏതുതരം ശ്രോതാവിനെയും വശീകരിക്കാനുള്ള സംഗീത മാധുരി ഉള്ള ഒരു രാഗമാണ് യമുന കല്യാണി. ഒരു മയിൽ പീലിയായി ഞാൻ, അതാര് പാടും? അണിയാത്ത വളകൾ 1980 ഇറങ്ങിയതാണ്. പിച്ചു തിരുമല രചിച്ച് A.T. ഉമർ സംഗീത സംവിധാനം നടത്തി S. ജാനകി ആലപിച്ച യമുന കല്യാണി രാഗത്തിലുള്ള ഗാനമാണ്. ബാലചന്ദ്ര മേനോൻ സിനിമയാണിത്. ടീച്ചർ വന്നിട്ടുണ്ട്, പാടാവോ? ശോഭന പാടാവോ? ഒരു മയിൽ പീലിയായി ഞാൻ ഒരു മയിൽ സാഹിത്യം കുറച്ച് മറന്നിട്ടുണ്ട് കേട്ടോ സർ. തിരുമുടി കുടുന്നയിൽ തപസിരിക്കും ഒരു മുളം തണ്ടായി ഞാൻ പിറക്കുമെങ്കിൽ നിന്റെ ചൊടിമലരിതളിൽ വീണലിഞ്ഞു പാടും.
അലിഞ്ഞു പാടും. താങ്ക് യു ടീച്ചർ. ഇനി ഹമീർ കല്യാണി എന്ന് പറഞ്ഞൊരു രാഗം. ഇതും കല്യാണി രാഗത്തിന്റെ ഒരു ജന്യ രാഗമാണ്. ചികിത്സയിൽ മനസ്സിന്റെ സന്തുലനം, രക്തചംക്രമണം, ഹൃദയമിടിപ്പ് എന്നിവയുടെ താളം ക്രമപ്പെടുത്താനൊക്കെ ഈ രാഗം നല്ലതാണ്. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ. ആരായിരിക്കും അത് പാടുക? ചക്രവർത്തിനി. അനിൽകുമാർ സാർ. ഞാനത് നോക്കി എഴുതി വെച്ചില്ല, ഓർമ്മ വെച്ച് പറയാം. പുഷ്പ തുറന്നു വയ്ക്കു നീ നഗ്നപാതയായി ചക്രവർത്തിനി. താങ്ക് യു. അത് വയലാറിന്റെ രചനയാണ്. ദേവരാജൻ സംഗീതം ചെയ്ത് ചെമ്പരത്തി എന്ന സിനിമയിലേക്ക് വേണ്ടി തയ്യാറാക്കിയ പാട്ടാണ്. എന്നാൽ അടുത്ത സാറിന് പാടാം. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന പ്രജ. സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന ഉണ്ടോ? സ്വർണ്ണച്ചാമരം വീശിയെത്തുന്ന ആയിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിമരക്കുമ്മ വയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. മറ്റാൾ പാടുന്നുണ്ടോ? ഇല്ല സാർ പാടിക്കോ. നിത്യവും നിന്റെ ഹംസതൂലിക ശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നുമീ ശാലയിൽ. മതിയോ? മതി. നമുക്ക് കൂടുതൽ പാട്ടുകൾ ഉള്ളതുകൊണ്ട് 4 വരി ഇപ്പം എല്ലാവരും ഓർത്തെടുത്തിട്ടുണ്ടാവും ഈ പാട്ട് എന്ന് ഞാനൊരു പാട്ട് പറയാം. എം.എസ്. ബാബുരാജിന്റെ സംഗീതത്തില് ഭാസ്കരൻ മാഷിന്റെ രചന, ജാനകി അമ്മ പാടിയ ഒരു പാട്ടാണ്. മൂടുപടം എന്ന സിനിമയിലെ അങ്ങനെ ഓർക്കുന്നുണ്ടോ? തളീരിട്ട് കിനാക്കൾ ഓക്കെ. മൂടുപടം എന്ന സിനിമയ്ക്ക് വേണ്ടി ഇപ്പോ എന്താ പറയാ, സാബു സാറ് നമുക്ക് വേണ്ടി പാടിയ പാട്ടാണ് തളിരിട്ടകിനാക്കൻ. എസ് ജാനകി പാടി വളരെ മനോഹരമാക്കിയ ഹിറ്റ് ഗാനമാണ്. ഇപ്പോഴും അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലോകത്തേക്ക് പോകും അല്ലെ. കുങ്കുമപ്പൂവുകൾ പൂത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ, കുങ്കുമപ്പൂവുകൾ പൂത്തു. കേട്ടിട്ടുണ്ടോ? മാനസമാമണിമുരളി ഇന്ന് മാദക സംഗീതമരുളി, പ്രണയ സാമ്രാജ്യത്തിൻ അരമന തന്നിൽ കനകത്താൽ തീർത്തൊരു കളിത്തേരിലേറി രാജകുമാരൻ വന്നു ചേർന്നു, കുങ്കുമപ്പൂവുകൾ പൂത്തു. 1966 ഇറങ്ങിയ കായംകുളം കൊച്ചുണ്ണി എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് BA ചിദംബരനാഥ്, ഇവരുടെയൊക്കെ പേര് ഇടയ്ക്ക് ഓർക്കണം, അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത്. BA ചിദംബരനാഥ് സംഗീതം ചെയ്ത പി ഭാസ്കരൻ ഗാനം.
ഇത് യമുന കല്യാണിയിലാണ്. KJ യേശുദാസും ജാനകിയും ഈ ഗാനം ആലപിച്ചിട്ടുണ്ട്. ഓക്കെ. മഞ്ഞണിക്കൊമ്പിൽ ഒരു സിമ്പിൾ പാട്ട് പാടാൻ വേണ്ടി ഞാൻ ഇട്ട് തരാം, ആൾക്കാർ പാടിക്കോണേ. വളരെ സിമ്പിൾ ആയിട്ടൊരു പാട്ട്. MS വിശ്വനാഥന്റെയും ശ്രീകുമാരൻ തമ്പിയുടെയും കൂട്ടുചേർന്ന് ചന്ദ്രകാന്തം എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ്. എല്ലാവർക്കും അത് പാടാൻ പറ്റും. ആരാണെന്ന് റെഡി ആയിക്കോളൂ. ഞാൻ പാട്ട് വരി പറയാം. ആ നിമിഷത്തിന്റെ നദിയിൽ ഞാനൊരാവണി. ആരാ പാടുക? ആരാ പാടും? ആ നിമിഷത്തിന്റെ സുനിൽ സാറെ പറയും. സുനിൽ സാർ കേൾക്കുന്നുണ്ടോ? സുനിൽ സാർ? ഓക്കെ സാർ, അടുത്ത പറഞ്ഞോളൂ. ഓക്കെ. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ. ആരെങ്കിലും പാടുന്നുണ്ടോ? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ 1980 ഇറങ്ങിയ സിനിമയാണ്. ബിച്ചു തിരുമല, ജെറി അമൽദേവ്, S. ജാനകി, ഹമീർ കല്യാണി രാഗം. മഞ്ഞണിക്കൊമ്പിൽ പാടിക്കോളൂ. ഞാൻ പറയുന്നത് കേൾക്കാമോ? ആ കേൾക്കാം, പാടും പാടും പാടും. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിരുന്നൊരു സുമംഗലി കുരുവി, ഇണയെവിടെ തുണയെവിടെ, ഇണയെവിടെ തുണയെവിടെ. സിന്ദൂരക്കുരു. ഓക്കെ, താങ്ക് യു. അതിമനോഹരമായ ഗാനം. താങ്ക് യു. സുനിൽ സാറല്ലേ പാടിയത്? ഓക്കെ. വേറൊരു പാട്ടും കൂടെ ഇട്ട് തരാം. വളരെ സിമ്പിൾ ആയിട്ട് പാടാവുന്നതാണ്, കേട്ടോളൂ. 1975 സ്വാമി അയ്യപ്പൻ എന്ന സിനിമയിലെ ദേവരാജൻ മാഷ് സംഗീതം പകർന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വരികളിൽ യേശുദാസ് പാടിയ പാട്ടാണ്. എല്ലാവർക്കും അത് പാടാൻ പറ്റും. മണ്ണിലും വെണ്ണിലും പാടുന്നത്. മണ്ണിലും വെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു, അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു. ഒരാൾ പാടാൻ ശ്രമിക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് പ്രജ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം. ധൃതതാളം. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക, രംഗവേദി മംഗളാരവം. ധൃതതാളം. ആരെങ്കിലും പാടുന്നുണ്ടോ? ഇച്ചിരി പാടാം. വേറൊരു പാട്ട് സിമ്പിൾ പറയാം. ഒരു കുടക്കീഴിൽ 1985 കോച്ചൽ ഖാദർ ജോൺസൺ മാഷിന്റെ ചേർന്ന് നിർമ്മിച്ചൊരു പാട്ടാണ്. അനുരാഗിണി ഇതാ നിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. പാടിക്കോളൂ. ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. പൂച്ചൽ ഖാദർ ജോൺസൺ ടീം. ഓക്കെ. ഇനിയൊന്നു പാടൂ ഹൃദയമേ. ഗോളാന്തര വാർത്തയ്ക്ക് വേണ്ടി ONV കുറുപ്പ്, ജോൺസൺ മാഷ്.
ഇനിയൊന്നു പാടൂ ഹൃദയമേ, എൻ പനിമതി മുന്നിലുദിച്ചുവല്ലോ, ശിശിര നിലാവിൻ നെറ്റ് ഉണ്ടല്ലോ. എൻ ശശിലേഖ കൈവിളക്കേന്തി നിൽപ്പൂ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അൽകുമാർ സാറിന് എന്തോ എക്കോ പ്രശ്നമാണ്. ഇനിയൊന്നു പാടൂ ഹൃദയമേ. ഓക്കെ, എല്ലാരും മ്യൂട്ട് ചെയ്യണേ. ചെയ്ത് കഴിയുമ്പോൾ സംസാരം വരുമ്പോഴേ എക്കോ വരും. സ്വർഗനന്ദിനി, അത് എനിക്ക് തോന്നുന്നു അനിൽകുമാർ സാറിന് പാടാൻ തോന്നുന്നു. സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി, ഇഷ്ടദേവതേ സരസ്വതി, പദമായി തൂവലിൽ സ്വരമായി നാവിൽ നാദമായി തന്ത്രിയിൽ, പദമായി തൂവലിൽ പാടരുളുക നീ വാണിമണി വരദായിനി, വാണിമണി വരദായിനി സ്വർഗനന്ദിനി. താങ്ക് യു സർ. ധാരാളം ഗാനങ്ങളാണ് കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ജോൺസൺ മാഷിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട രാഗമായിരുന്നു കല്യാണി രാഗം. ധാരാളം പാട്ടുകൾ ജോൺസൺ മാഷും ടീമും ഒരുക്കിയിട്ടുണ്ട്. പാതിര പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയായി സ്നേഹാദ്ര നക്ഷത്രം, കാറ്റിന്റെ മർമരമിളകി വാസന്തമാ, വീണക്കുടങ്ങളിൽ ഒഴുകി രാഗാമൃതം, പാതിര പാൽക്കടവിൽ അമ്പിളി പൂന്തോണി. ചെങ്കോൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് കൈതപ്രം എഴുതി ജോൺസൺ മാഷ് സംഗീതം ചെയ്ത പാട്ടാണ്. പാതിമൈ മറന്നു പറഞ്ഞതല്ലേ? മാഷേ, സാറേ, ആ പറഞ്ഞു. ഹസ്ബൻഡ് പാടും. പഠിക്കും. ഏതാ? പാതിര പാൽക്കടവിൽ. പാതിര പാൽക്കടവ്. വെരി ഗുഡ്, പഠിച്ചോളൂ. പാടുന്നുണ്ടോ? കേൾക്കുന്നില്ലല്ലോ. വരുന്നു. കേൾക്കുന്നില്ലേ? ഇല്ല ഇല്ല. പഠിക്കും. കേൾക്കാം. ഹലോ സാർ, കേൾക്കാവോ? കേൾക്കാം. ശരി സാർ. ശരി. പാതിര പാൽക്കടവിൽ അമ്പിളി പൂന്തോണി, തുഴയാതെ തുഴയുകയായി സ്നേഹാർദ്ര നക്ഷത്രം, കാറ്റിന്റെ മർമരമിളകി വാസന്തമായി, വീണക്കുടങ്ങളിലൊഴുകി രാഗാമൃതം, പാതിര പാൽക്കടവിൽ അമ്പിളി പൂന്തോണി. ഏറി വന്ന വെണ്ണിലാക്കിളി, കദളി വനങ്ങൾ താണ്ടി വന്ന് എന്തിനാണു നീ? സാവു സാർ ഗോളടിക്കുകയാണ്. തുടരെ. വെരി ഗുഡ്. അങ്ങനെ പാട്ടുകാരാണോ എല്ലാവരും? അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ഇനി പാടാത്തൊരു പാടാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പാട്ടുകൾ പറയുന്നതാണ്. ഞാൻ ഗന്ധർവൻ, കൈതപ്രം, ജോൺസൺ മാഷ്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, സായാനുസാനുവിൽ വിലോലമേഘമാ, അഴകിൻ
പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി ധന്യനാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം. ഇത് ഞാൻ ഗന്ധർവൻ ജോൺസൺ മാഷുടെ പാട്ടാണ്. ഓമലാളെ കണ്ടു ഞാൻ ആരാണ് പാടുന്നത്? ഈസി പാട്ടാണ്, എല്ലാവരുടെ മനസ്സിൽ ജ്യോതികുമാർ സാർ പാടും. ജ്യോതികുമാർ സാർ പാടും. സാറിന് പറ്റിയൊരു ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ നൂനലിച്ച നീലരാവിൽ ഓമലാൽ കണ്ടു ഞാൻ പൂങ്കിനാവിൽ നീലരാവിൽ അടുത്ത നാലു നീലപ്പന്തൽ. പാടിക്കോളൂ. അറിയാവുന്ന പാടിയാ മതി. അൽകുമാർ സാർ പാടിക്കോളൂ. കണ്ടിന്യൂ. 4 നില നീലപ്പന്തലിൽ വാനിലമ്പിളി നാദസ്വരമേളമിട്ടു പാതിരാക്കിളി ഏകയായി രാഗമേലോലയായി എന്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു മുന്നിൽ കുണുങ്ങി നിന്നു. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കഥകൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. നമുക്ക് കല്യാണി രാഗത്തിലെ പാട്ടുകൾ ഒത്തിരി ഉണ്ട്. ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ പാടാമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാഠവിശേഷത്തിലേക്ക് കടക്കാം. സമയം 8 മണിയായി. സാബു സാർ എന്ത് പറയുന്നു? നമുക്ക് ഇതുകൊണ്ട് നിർത്താം സാറേ. ഇത് ഇന്നത്തെ കൊണ്ട് വേറെ കുറച്ച് പാട്ടുകൂടെ പറഞ്ഞിട്ടേ നമുക്ക് നാളെ അടുത്ത ആഴ്ച വേറെ നോക്കാം. അല്ലെങ്കിൽ പിന്നെ അത് വരമ്പിൻ താഴെ പൂക്കളം തീർത്തു വൈശാഖ പൗർണമിയോ നിശയുടെ ചേങ്ങിലയോ പൂവാടികളിൽ അലയും തേനിളം കാറ്റേ പറയൂ കഥകൾ കാതോർത്തു നിൽപ്പു ഞാൻ പൂവാടികളിൽ അലയും തേനിളം കാറ്റേ പുതുമഴയായി പൊഴിയാ സുന്ദരി കണ്ണാലൊരു. അത് ഇളയരാജയുടെ ഒരു തമിഴ് പാട്ടാണ്. മന്ദാരപ്പൂ മൂളി. ആരെങ്കിലും പാടുന്നുണ്ടോ? മന്ദാരപ്പൂ കൈമാസം ഇഷ്ടം എന്ന സിനിമയിലെ മോഹൻ സിത്താരയുടെ ഒരു പാട്ടുണ്ട്. കാണുമ്പോൾ പറയാനോ നീ ഒരു കുറിയൻ കാറ്റേ പ്രിയമാനസം ചൊല്ലും മൊഴികാതിൽ നീ ചൊല്ലൂ എൻ്റെ കരിവളകൾ പൊട്ടിച്ചിരി ഉണർത്തും പുഴ കണ്ണാടി നോക്കും കാറ്റേ ഓ ആ ആ
കാണുമ്പോൾ പറയാമോ കരളിലെ അനുരാഗം നീ ഒരു കുറിയൻ കാറ്റേ. അങ്ങനെ ഇനിയും ഒത്തിരി പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു മ്യൂട്ട് ചെയ്തിട്ട് ജോഷി സാർ പാട്ട് പാടുന്നുണ്ടെന്ന് തോന്നുന്നു. ജോഷി സാറ് രണ്ടുപേരും പാടണം എന്തായാലും, പള്ളിപ്പാട്ടായാലും രണ്ടുപേരും പാടിയിട്ട് മ്യൂട്ട് ചെയ്തിട്ട് എന്തോ പാടുന്നുണ്ട് അവിടെ. കല്യാണി മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയില് 2 പാട്ടുകളുണ്ട്. സാർ ഇത് പാടിക്കും. മൂന്നാം പക്കം എന്ന് പറയുന്ന സിനിമയില് ഉണരുമീ ഗാനം ഉരുകുമൻ ഉള്ളം. എനിക്ക് ഈ പാട്ടുകളുടെ ഒന്നും കാണാറില്ല. എല്ലാത്തിന്റെ മേലെ ഒരു വരിയൊക്കെ അറിയാം. ഒരു വരിയേ ഉള്ളൂ. അത്ര അല്ലാതെ അതിന്റെ ഒരു വരിയെ അറിയാം. അപ്പൊ ഞാൻ അടുത്ത തവണത്തേക്ക് വരുമ്പോ ഏതെങ്കിലും വരണം. എന്നെ ഇതേപോലെ ഗീത ടീച്ചർ നമ്മുടെ മറ്റേ പ്ലാറ്റ്ഫോമിൽ ഇതുപോലെ തന്നെ ബലമായിട്ടൊരു പാട്ട് കൊണ്ട് തന്നെ. അതെ, നമുക്ക് അടുത്ത ജോസഫ് ജോൺ സാർ അടുത്ത ഞായറാഴ്ച നമ്മൾ ഏത് രാഗമാണെന്ന് സാർ ഇപ്പൊ തന്നെ ഒന്ന് പറയും. അപ്പൊ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും കേട്ടോ. ഒന്ന് ആലോചിക്കും സാറ്. അപ്പൊ ഞാൻ ഈ 2 പാട്ടോടെ അല്ല, നമുക്ക് കല്യാണി രാഗം നിർത്തിയിട്ട് പാട്ടുവിശേഷത്തിലേക്ക് കടന്ന വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആവുന്നെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ മൂന്നാം പക്കത്തിൽ ഇനി ആരെങ്കിലും പാട്ട് പാടാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മൂന്നാം പക്കത്തിൽ ഒരു പാട്ടുണ്ട്, എല്ലാവർക്കും പാടാൻ പറ്റുന്നതാണ്. ഉണരുമീ ഗാനം ഉരുകുമൻ ഉള്ളം, അത് പാടാം. അതല്ലെങ്കിൽ പിന്നെ ഒരു പാട്ടും കൂടെ ഉണ്ട്, താമരക്കിളി പാടുന്നു തെയ്തേതകതും. എല്ലാവർക്കും അവസരം കിട്ടാൻ വേണ്ടിയാ പറയുന്നത് കേട്ടോ, ആരും പാടാതിരിക്കരുത്. വസന്ത ഗീതാരവി മാം വന്നിട്ടുണ്ട്. ഗീതാരവി മാം സാറേ, ഞങ്ങൾ യാത്രയും കഴിഞ്ഞ് ആലുവയെന്നത് കൊടും മഴയായിരുന്നു, ഡ്രൈവിംഗ് ഭയങ്കര പാടായിരുന്നു. ഞാൻ ജോസ് സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, റെഡി അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, ബർസാദ് സാർ ഒന്നും പറഞ്ഞില്ലല്ലോ. ബർസാദ് സാർ നമുക്ക് പാട്ടുവിശേഷം കഴിഞ്ഞിട്ട് ചർച്ചയിലേക്ക് പോകുന്നതല്ലേ നല്ലത്. ഇത് പാടിയോ? ഏതാ? ഇല്ല, പാടിക്കോ. പാടിക്കോട്ടെ. ഉണരുവീ ഗാനം ഉരുകുമെന്നുള്ളം ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം. ഉണരുവീ ഗാനം ഉരുകുമെന്നുള്ളം ഇലുങ്ങിന്നറകൾ തോർ കിളിക്കൊഞ്ചലിന്റെ മണികൾ. ഇലുങ്ങിന്നിതറകൾ തോറും കിളിക്കൊഞ്ചലിന്റെ മണി. ഇത്രേ ഓർമ്മയുള്ളൂ. ഓക്കെ സാർ. ഓക്കെ, നമ്മൾ ഇതൊരു മ്യൂസിക് തെറാപ്പിയുടെ ഭാഗമായിട്ട് കൂടെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പാട്ട് പാടാൻ അവസരം ഉണ്ടായിട്ട് ആരും പാടാതിരിക്കരുത്. ബർസാദ് സാറുണ്ട്, ജേക്കബ് സാറുണ്ട്. നിങ്ങൾ പാട്ട് പാടിക്കുന്ന വിചാരിച്ച് വരാതെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എങ്കിലും അറിയാമെങ്കിൽ പാടുക. നമുക്ക് രാഗങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനും കേൾക്കുന്ന പാട്ടിൽ നിന്ന് രാഗം ഏതാണെന്ന് അറിയാനോ അല്ലെങ്കിൽ മൂളാനോ ഒക്കെ ഉള്ള ഒരു വലിയ അവസരമാണ് ജോസഫ് ജോൺ സാർ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ അത് പറയും. നമുക്ക് ഈ പാട്ടുവിശേഷം കഴിഞ്ഞിട്ട് ചർച്ചയിലേക്ക് പോകാം, അതാണ് നല്ലത്. നിശ്ചിതമായിട്ട് പോകും. പിന്നെ കല്യാണി രാഗമല്ലേ ഇന്ന് പറയുന്നത്? അതെ അതെ. ഒരു പാട്ട് പാടിക്കുമോ? ഞാൻ പാടാൻ, എനിക്ക് ചുമയുണ്ട്, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഇതായാലും പാടിയോ? പാടിക്കോ, ഏതായാലും പാടിക്കോ. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാറ്റിനോടും കരയിനോടും നീ. നിഴലായി അലസമലസമായി
അരികിലൊഴുകിന ഇളം പൂങ്കാറ്റിനോട് കിളികളോട് കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാറ്റിനോട് കരളിനോട് നീ. താങ്ക് യു. ഓക്കെ, ജോസഫ് സാർ കണ്ടിന്യൂ. പാട്ട് വിശേഷത്തിൽ നമ്മൾ ഇന്ന് ഒരു വീഡിയോ കാണും. ലോക സംഗീത ദിനം എന്നാണെന്നറിയാമോ? ജൂൺ 21. ജൂൺ 21. അന്ന് യോഗാ ദിനവും കൂടിയാണ്. ലോക സംഗീത ദിനത്തിൽ പാലക്കാടുള്ള ഒരു ഗ്രാമം പാട്ടുഗ്രാമം ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രാമത്തിലേക്ക് നമ്മളൊരു യാത്ര നടത്തും. പാട്ടുകൂട്ടായ്മകൾ നാടിൻ്റെ പല ഭാഗത്തും ഉയർന്നു വരുന്നുണ്ട്. അത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? മലപ്പുറം, കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൂടുതലുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ പുല്ലുവഴി വായനശാലയിൽ എല്ലാ മാസത്തിലും അവിടെ എത്തുന്നുണ്ടാവും. അങ്ങനെയുള്ള കൂട്ടായ്മകൾ നാടിൻ്റെ നാനാഭാഗത്തും ഉയർന്നു വരേണ്ടതുണ്ട്. അപ്പം നമുക്കും നിങ്ങളുടെ ദേശത്തും നമുക്ക് മനസ്സിനിണങ്ങുന്ന വ്യക്തികളെ കൂട്ടി, പലയിടത്തും വൃദ്ധജനങ്ങളാണ് ഒന്നിച്ചു കൂടുന്നത്, അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. നമുക്ക് മനസ്സിനിണങ്ങുന്ന വ്യക്തികളെ കൂട്ടി ഒന്നിച്ചിരുന്ന് പാടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടുവിശേഷത്തിൽ ഇന്ന് ആ പാട്ടുഗ്രാമത്തിലേക്ക് നമുക്കൊരു യാത്ര ചെയ്യാം. സാബു സാർ ആ വീഡിയോ ഇടുന്നതായിരിക്കും. തമിഴിലുണ്ടല്ലോ. ഒരു ഗ്രാമത്തിലെ 65ഓളം വീടുകൾ, അവിടെ 100-ലധികം കലാകാരന്മാർ, മിക്കവരും നല്ല അസൽ ഗായകർ. ആ ഗ്രാമത്തിന് നഗരസഭ ഒരു അംഗീകാരം നൽകി, പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ചു. അവിടെയാണ് നമ്മളുള്ളത്, വാൽമുട്ടി ഗ്രാമത്തിൽ. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. പുലരാൻ തുടങ്ങൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു കുഞ്ഞു കാറ്റിലണയാതെ നിൻ തിരുനാളമെന്നും പാട്ടുഗ്രാമത്തിൽ പ്രായവ്യത്യാസങ്ങളില്ല. സംസാരിച്ചു തുടങ്ങിയ കുട്ടികൾ മുതൽ ഏറ്റവും പ്രായമായവർ വരെ ഏറ്റവും മനോഹരമായി പാട്ടുകൾ പാടും. ഇവിടെയുള്ള എല്ലാ കുട്ടികൾ മുതൽ വയസ്സായ മുതിർന്നവർ വരെ എല്ലാവരും നന്നായി പാടും. ഞങ്ങളുടെ കാരണവന്മാർ തുടികൂട്ടി പാടുന്ന പാട്ട്, തൊഴിലുണർത്ത പാട്ട് വീടുകൾ തോറും ചെന്ന് പാടാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഈ അമ്പലത്തിൽ നവരാത്രി പൂജ, ആ 9 ദിവസവും ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വൈകുന്നേരം ആകുമ്പോൾ പൂജ കഴിഞ്ഞ് ഭജന നടത്താറുണ്ട്. പ്രാണമുന്നീ വനി ഗാനമേ നീധനി പ്രാണമേ ഗാനമണി മൗന വിചക്ഷണ ധ്യാന വിലക്ഷണ രാഗമേ യോഗമണി നിത്യം ചിത്തസ്ഥിതമേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ കാരുണ്യ സിന്ധോ. ഇത്രയധികം കലാകാരന്മാരുള്ള ഗ്രാമത്തെ അംഗീകരിച്ചേ മതിയാകൂ എന്ന് തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭ ഈ ഗ്രാമത്തെ പാട്ടുഗ്രാമമായി പ്രഖ്യാപിച്ചത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്
വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒന്നിച്ചിരുന്ന് പാടാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവിതത്തെ രമണീയമാക്കുവാൻ, മനോഹരമാക്കുവാൻ സംഗീതത്തിന് കഴിയും. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. ഇപ്പൊ ഇന്ന് നമ്മൾ കുറെ പാട്ടുകൾ പാടി, ഒരു ലൈനാണെങ്കിലും 2 ലൈനാണെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഡിസ്കഷനിൽ പാടാം, കുഴപ്പമില്ല. തളിരിട്ട കിനാക്കൾ, അതുപോലെ തന്നെ സ്വർണ്ണച്ചാമരം വീശി, അങ്ങനെ ഒത്തിരി പാട്ടുകൾ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു രാഗത്തെ പരിചയപ്പെട്ടുകൊണ്ട് ആ രാഗത്തിന്റെ പാട്ടുകൾ നമുക്ക് എല്ലാവരും ഒന്ന് പഠിച്ചൊക്കെ വരും. രാഗത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോണേ, ഇപ്പൊ പറയാൻ പറ്റുമോ? ഇപ്പൊ പറയാം. ജോസഫ് ജോൺ സാർ പറയും. വെയിറ്റ് ചെയ്യൂ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് സ്വല്പം കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരാം. 1-2 പാട്ടുകൾ നമ്മളുടേതായ രീതിയിൽ 3 പാട്ടുകൾ പഠിക്കുക. നമുക്ക് കാര്യം അറിഞ്ഞാൽ ഇപ്പൊ പഠിക്കുന്നത്, ചുമ്മാ പാട്ട് കേൾക്കുന്നത് പോലെയല്ല. നമ്മൾ കഴിയുന്നതും മ്യൂസിക് തെറാപ്പിയിൽ മ്യൂസിക് തെറാപ്പിക്ക് ഉപകരിക്കുന്ന രാഗങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ തുടരൂ, ഞാനിപ്പോൾ പറയാം, അടുത്ത ആഴ്ചയിലെ രാഗം പറയാം. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാനും നമുക്ക് മനസ്സിന് ഇപ്പൊ നമ്മൾ ഇന്ന് കേട്ട ഈ രാഗം എന്ന് പറയുന്നത് ഏത് സമയത്ത് എന്ന് വെച്ചാൽ അത് ഇങ്ങനെയാണ് പറയുന്നത്, സർവകാലിക രാഗം എന്നാണ്. ഏത് സമയത്ത്, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ഒക്കെ ഇത് കേട്ടാൽ സന്തോഷകരമായ ഒരു അനുഭവം നമ്മളിലൂടെ കടന്നു പോകും. പക്ഷെ നമ്മൾ അത്ര കൃത്യതയോടെ കേൾക്കുന്നുണ്ടോ, മനസ്സിലാക്കി കേൾക്കാൻ തീർച്ചയായിട്ടും ജോസഫ് ജോൺ സാറ് അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ട് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗ്രൂപ്പും കൂടെ ഇതിനുവേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് പാട്ടുകൾ സെലക്ട് ചെയ്യും, പാട്ട് പാടുന്ന ആളുടെയൊക്കെ പറയാൻ വേണ്ടി നമുക്ക് എളുപ്പമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിൽ ഒന്ന് ചാറ്റ് ചെയ്യണം. ഏകദേശം എനിക്ക് മനസ്സിലായി കുറച്ച് പേരെയൊക്കെ, എങ്കിലും കുറച്ച് പേർക്കും കൂടെ നമുക്ക് ആ ഗ്രൂപ്പിൽ സ്വല്പം സജീവമായി കഴിഞ്ഞാൽ പല പാട്ടുകൾ പാടാതെ കൃത്യമായിട്ട് ഏത് പാട്ടാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വല്പം കൂടെ സിസ്റ്റമാറ്റിക്, ഇതിപ്പോ വളരെ യെസ് ജേക്കബ് സാർ പറയുന്നു. എന്റെ നമ്പർ ഒന്ന് ഓർത്താൽ മതി. ഇൻ കേസ് ഞാൻ ആഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. അപ്പൊ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ജോസഫ് ജോൺ സാറിന്റെ നേതൃത്വത്തിൽ ഇനി നമുക്ക് പലരും പാട്ട് പാടുന്നവരുണ്ടാകാം, ആരെങ്കിലും ഒക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരമുണ്ട്. സ്വല്പ സമയം കൂടുതൽ എടുത്താലും നമുക്ക് ഏതെങ്കിലും ഒരു രാഗം, ആ രാഗം ഇപ്പം ഏകദേശം കല്യാണി എന്ന് പറയുന്ന രാഗത്തെ കുറിച്ചും രാഗത്തിലുള്ള പാട്ടുകളും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, എല്ലാ പാട്ടുകളും ഒരേപോലെയാണ്. അതിന്റെ ആരോഹണം അവരോഹണം ഒക്കെ പറഞ്ഞപ്പോൾ ഏതാണ്ട് അതുപോലെ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു സാമാന്യ, നമ്മുടെ പ്ലാറ്റ്ഫോം അവയർനെസ് പ്ലാറ്റ്ഫോമാണ്. പാട്ട് പാടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു നാണവും അല്ലെങ്കിൽ ഒരു ഷൈനസും ഇല്ലാതെ 4 വരിയെങ്കിൽ 2 വരിയെങ്കിൽ അത് പാടാനുള്ള ഒരു കഴിവ് നമ്മളെ തന്നെ ആർജിക്കുക, അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. ഒരുപക്ഷെ ഒരു വേദി കിട്ടിയാൽ ഒരു രാഗത്തെ പരിചയപ്പെടുത്താനോ 2 വാക്കുകൾ മറ്റുള്ളവരെ കൊണ്ട് പാടിക്കാനോ ഒക്കെ ഉള്ള ഒരു വലിയ അവസരമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ജോസഫ് ജോൺ സാറിന്റെ ഈ നേതൃത്വത്തെ തീർച്ചയായിട്ടും സന്തോഷകരമായി നമുക്ക് കാണാം. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. ഇപ്പോഴത്തെ ജോസഫ് ജോൺ സാർ ആദ്യത്തെ കാര്യം, നമ്മൾ ഇതിന്റെ ഒരു കറക്റ്റ് ദിവസം എന്നാണ്, ഞായറാണ്. നമ്മള് ബുക്ക് റിവ്യൂവിന് വെച്ചിരുന്ന ദിവസമാണ് സാർ. എല്ലാ ഞായറും ബുക്ക് റിവ്യൂവിന് എന്ന് നടക്കും. ബുക്ക് റിവ്യൂ നമ്മൾ വേറെ ദിവസത്തേക്ക് മാറ്റി. നാളത്തെ ദിവസമാണ് ബുക്ക് റിവ്യൂ ചെയ്തിരിക്കുന്നത്. നാളെ ബുക്ക് റിവ്യൂ ഉണ്ട്. നാളെ TA-യുമായി ബന്ധപ്പെട്ട് ഗെയിംസ് പീപ്പിൾ പ്ലേ എന്ന് പറയുന്ന റിവ്യൂ ആണ് നാളെ. നമുക്കിതിന്റെ പിന്നെ ചാർട്ട് ചെയ്യുമ്പോൾ ഒരു കൃത്യ ഡേറ്റ്, കാരണം നമുക്ക് ആരോടും കൃത്യമായിട്ട് അങ്ങ് പറയാമല്ലോ ഇന്ന ദിവസം. അതെ, അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് സാറേ. ജോഷി സാറേ, അതിന് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാം ചില നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവരും ഇതുപോലെ റെഡിയാണോ? ജോസഫ് ജോൺ സാർ 100% റെഡിയാണെങ്കിൽ നമുക്ക് സൺഡേ, അതുകൊണ്ടാണ് ഞാൻ സൺഡേ എന്ന് പറഞ്ഞു. എങ്കിലും മാക്സിമം സൺഡേയും ചൊവ്വാഴ്ച ദിവസം നമ്മുടെ കഥയുടെ പാട്ടുമായിട്ട് നമുക്ക് ചിന്തിക്കാം. ബുക്ക് റിവ്യൂ ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം ചിലവർക്ക് സൺഡേ പറ്റത്തില്ല, ചിലവർക്ക് അങ്ങനെയൊക്കെ വരും. അപ്പൊ അതിൻ്റെ അകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. എനിവേ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നമ്മൾ ഗ്രൂപ്പ് ഇതിനു വേണ്ടി തുടങ്ങാം. അപ്പൊ തീർച്ചയായിട്ടും അത് എളുപ്പമുണ്ട്. പാട്ടിന് മാത്രം, വേറെ ഒന്നിനും നമ്മൾ ഗ്രൂപ്പില്ല, ഓൾറെഡി ഉള്ള ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ ജോഷ് സാർ, ക്ലിയർ ആണല്ലോ അല്ലെ? നമുക്ക് ക്ലിയർ ആണ്. പക്ഷെ എനിക്ക് ഇത് ഞായറെങ്കിൽ ഞായറാക്കിക്കോളൂ, നോ പ്രോബ്ലം. പക്ഷെ അതൊരു ഉറപ്പിൽ
അങ്ങനെയായിരിക്കും. സാർ അത് അങ്ങനെ സാർ നിർബന്ധിക്കില്ല, അതൊന്നും എളുപ്പമല്ല. കാരണം ഇത് എത്ര പാടുപെട്ടാ ഞാനിത് മാനേജ് ചെയ്യുന്നത് അറിയാം. നമ്മൾ ഒരാളില്ലെങ്കിൽ ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിൽ ഞാൻ എടുക്കുന്ന ക്ലാസ് കൂടുതലാണ്. ആളില്ലാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സ്ലോട്ടില് മറ്റൊരാളെ കണ്ടെത്തണം. അതുകൊണ്ട് സാറ് ഒന്ന് ശ്രമിക്കൂ. നമ്മളെ ഞങ്ങളുടെ അത് പ്രായോഗികമല്ല, എപ്പോഴും അത് പ്രായോഗികമല്ല. ഞാൻ മാക്സിമം സൺഡേയും ചൊവ്വയും ഈ 2 പ്രോഗ്രാമിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച ധാരാളം പാട്ടുകളുള്ള മോഹനരാഗം എല്ലാവർക്കും പാടാൻ പറ്റും. മോഹനരാഗം നമുക്ക് പരിചയപ്പെടാം. നമ്മളിലുള്ള പാട്ടുകാരെ കൂടെ അറിയിക്കുക. മോഹനരാഗം എന്ന രാഗത്തിലുള്ള പാട്ടുകൾ 3, 4, 5 പാട്ടുകൾ പഠിക്കുക. എല്ലാ പാട്ടുകളും ചിലപ്പോൾ ആവർത്തിച്ച് പാടിയെന്നിരിക്കുമെങ്കിലും നമുക്ക് പാടാനുള്ള അവസരം. ഗീതമാ എന്തെങ്കിലും പറയുന്നോ? മോഹനരാഗത്തിലെ പാട്ട് മഞ്ഞൾ പ്രസാദം അതാണോ സംശയമുണ്ടോ? അത് നോക്കിക്കോളൂ, അത് നോക്ക്. ഇഷ്ടംപോലെ യൂട്യൂബിൽ അവൈലബിൾ ആണ് പാട്ടുകൾ. മോഹനരാഗം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാട്ടുകൾ കിട്ടും. നമ്മളത് പാടിയോ ആരെങ്കിലും? എന്റെ സ്വപ്നത്തിലൊക്കെ പാടിയോ? ഇന്ന് ആരെങ്കിലും പാടിയോ? ഇല്ല ഇന്നിപ്പോ ഒത്തിരി ലേറ്റ് ആയി. ഇല്ല പാടി. അല്ല അത് ഇന്നത്തെ അകത്തുള്ളത്. അതെ, ഇന്നത്തെയാണ്. പാടിക്കോ. പാടിക്കോ. ഓമനാളെ കണ്ടു രണ്ടും ആരും പാടിയിട്ടില്ല. ഓമനാളെ കണ്ടു പാടി. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമര മിഴികൾ തുറങ്ങും നിന്നെ നോക്കി നിന്നും ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും പാട്ട് വരുന്നുണ്ടെങ്കിൽ പാടിക്കോ. ഞങ്ങള് മ്യൂസിക് പഠിക്കുമ്പോഴേ സിനിമാ ഗാനങ്ങളൊന്നും പാടിപ്പിക്കില്ല. സിനിമാ ഗാനവും പാടിപ്പിക്കില്ല, നാടൻപാട്ടൊന്നും പാടിപ്പിക്കില്ല. ഞങ്ങൾക്ക് പക്ക ക്ലാസിക്കൽ മാത്രമേ പഠിപ്പിക്കുള്ളൂ. മ്യൂസിക് ക്ലാസ് അല്ലല്ലോ, വേർഡ്സ് അറിയാത്തതുകൊണ്ട് സോറി കേട്ടോ. വേർഡ്സ് ഒക്കെ എഴുതി വെച്ചോളൂ. വേർഡ്സ് ഒക്കെ അതൊക്കെ എളുപ്പമുള്ള കാര്യം. 2 വേർഡ്സ് അല്ലേ ആകെ പാടുന്നത്, അതിനുള്ള സമയമല്ലേ ഉള്ളൂ. അതൊക്കെ എഴുതി കയ്യിൽ വെച്ചോളൂ. ഞാൻ തന്നെ എത്ര വേർഡ്സ് ഇപ്പൊ എഴുതി റെഡി ആയിട്ടിരിക്കുക. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. ജോസഫ് സാർ കണ്ടിന്യൂ. കഴിഞ്ഞു, ഫീഡ്ബാക്ക് ടൈം ആയിപ്പോ. ഓക്കെ. അല്ല മോഹനരാഗത്തിലല്ലേ? മോഹനരാഗം അടുത്ത ആഴ്ച നമ്മൾ ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടേ പറയൂ. ജ്യോതികുമാർ സാർ, ജേക്കബ് സാർ. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. നമ്മളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് രാഗാന്ന് അറിയാൻ എന്താണ് മാർഗം? തിരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഏത് രാഗത്തിലെ പാട്ടുകൾ നമ്മൾ കണ്ടെത്തും എന്നിട്ട് നമ്മളത് പാടും. ഇപ്പൊ നമുക്ക് അതേ മനസ്സിലാക്കാനുണ്ട്. അത് ശാസ്ത്രീയ സംഗീതം പഠിക്കണം. ശാസ്ത്രീയ സംഗീതം പഠിച്ചാലേ പറ്റുള്ളൂ. ഒത്തിരി ഉണ്ട്, ഇതൊരു വലിയ കടലാണ്. അത്ര ഈസി അല്ല. ഓരോന്നിന്റെ സ്വരസ്ഥാനങ്ങൾ അതായത് ഒരു രാഗത്തെ കുറിച്ച് മനസ്സിലാവണമെങ്കിൽ ആ രാഗത്തിലെ സ്വരങ്ങളെ കുറിച്ച് അറിയണം. സ്വരങ്ങൾ പാടി കേട്ട് നമ്മളത് നമ്മുടെ മൈൻഡിൽ അത് ഉറയ്ക്കണം. എങ്കിൽ മാത്രമേ അത് പിന്നെ ആ രാഗത്തിലുള്ള കീർത്തനങ്ങളൊക്കെ കുറേ നമ്മൾ പാടുമ്പോൾ അത്രയും പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡിൽ ആ രാഗം കയറുള്ളൂ. എന്നിട്ടാണ് നമുക്ക് ആ രാഗത്തെ കുറിച്ചിട്ട് മനസ്സിലാവുള്ളൂ. എങ്കിലാണ് ഒരു പാട്ട് കേട്ടത് ഇന്ന രാഗാണെന്ന് പറയാനുള്ള അറിവ് നമുക്ക് ലഭിക്കുള്ളൂ. താങ്ക് യു സർ. നമ്മൾ ആരോഹണം അവരോഹണം പാടിയപ്പം ആ പാട്ട് കേട്ടപ്പം അതിനനുസരിച്ചായിരിക്കും ഇന്ന് ചെയ്ത പാട്ടുകളെല്ലാം. അപ്പൊ ഏകദേശം നമുക്കിപ്പോ ഇത് കേട്ട് കഴിഞ്ഞാൽ അറിയാം. ഇത് ഏകദേശം അറിയാം, കൃത്യമായിട്ട് അറിയാമെന്നില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ശോഭന മാം ഒന്നും പറഞ്ഞില്ല. സുനിൽ സാർ? എനിക്ക് കേറാൻ തന്നെ പറ്റിയില്ല സാറേ. എന്നാ ഞാൻ നെറ്റ്വർക്ക് പ്രോബ്ലം 7:30 കേറിയിട്ട് തന്നെ അപ്പൊ സ്റ്റില്ലായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്നാ വെച്ച് കഴിഞ്ഞാൽ പാട്ടിനോടുള്ള ആരാധനയും കൂടി പാട്ടുകാരോടുള്ള ആരാധനയും കൂടി പാട്ട് പഠിക്കാനുള്ള മോഹവും കലച്ചിലായി. ഇപ്പൊ പാടാനൊന്നും പറ്റില്ല, തൊണ്ട പണിമുടക്കി ഇരിക്കുക. പണിമുടക്ക് തീർന്നിട്ടില്ല, രാജ്യം എത്തിയിട്ടില്ല. ഒരാഴ്ച അവധി തരാം, അടുത്ത ആഴ്ച റെഡി ആയി. ഞാൻ ഓർക്കണ്ടില്ല എന്ന് പറയുന്നത്. പെരുമ്പാവൂരുള്ള
വെങ്ങോല വെങ്ങോല ട്രഷറി ഓ, ഓഫീസിലല്ലായിരുന്നു ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളൊക്കെ നന്നായിട്ട് പാടുന്നു. നല്ല പാട്ടുകാരുള്ള പ്ലാറ്റ്ഫോം. അതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും മാം അങ്ങനെ ഒരു വിവേചനം പാടില്ല. നല്ല പാട്ടുകാരെന്നില്ല, ഞാൻ നമ്മൾ ഇന്ന് വന്നേ എല്ലാവരും ഉള്ളൂ ആദ്യമായിട്ട്. അന്ന് വന്നിട്ട് എനിക്ക് എല്ലാവരും അവരെ കൊണ്ടാകാവുന്ന രീതി. എന്തായാലും ഈ മോഹനരാഗം അല്ല അടുത്ത ആഴ്ച ഞാനൊരു അരക്കൈ നോക്കാമെന്ന് വിചാരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട രാഗമാണ് മോഹനരാഗം. ഓക്കെ തീർച്ചയായും. അപ്പൊ ഞങ്ങൾ ഈ നല്ല പാട്ടുകാർ വരുമ്പോൾ ഞങ്ങളൊക്കെ പതുക്കെ പുറകോട്ട് മാറും. ഡോണ്ട് വറി. സാബു സാറൊക്കെ അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ. എന്റെ അതൊക്കെ പൊന്നെ, ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പാടുന്നത്. ജോഷി സാറ് പാടില്ല. ജോഷി സാറ് പാടും. ജോഷി സാറിന് അടുത്ത ആഴ്ച നമ്മൾ പാടിക്കും. അടുത്ത ആഴ്ച ജോഷി പാടിക്കും. സാറിനെ കൊണ്ട് ഞാൻ പാടിച്ചിട്ടുണ്ട്. പാടിക്കണം കേട്ടോ. മോഹനരാഗത്തിൽ 2 പാട്ട് പറഞ്ഞു കൊടുക്കണേ. സുനിൽ സാർ പാടിയ പാട്ടാണ് എന്റെ സ്വപ്നത്തിൽ ഞാൻ പാടിച്ചിട്ടുണ്ട്. പറയൂ സുനിൽ സാർ പറയൂ. സാബു സാർ, എന്റെ മനസ്സിലുള്ള ഒരു ഡ്രീമാണ് ഈ ഒരു സംഗീത ചർച്ചകൾ. അതാണ് ഇന്ന് വളരെ ഗംഭീരമായിട്ട്. ഞാൻ അതുകൊണ്ടാണ് പടുപാട്ട് പാടാത്ത കഴുതയില്ല എന്ന് പറഞ്ഞ പോലെ ഞാനും ഒന്ന് ശ്രമിച്ചത് അതുകൊണ്ടാണ്. എന്തായാലും സാറേ പാട്ടുകൂട്ടത്തിൽ എന്നെയും കൂടി ഒന്ന് ചേർക്കണേ. തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇച്ചിരി ഡിസ്കഷൻ എടുക്കുവാണ്. ജോസഫ് സാറിന് ഒരു പ്രത്യേക നന്ദി. കാരണം ആ ഒരു രാഗത്തിന്റെ ആ ഒരു ആത്മാവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രസന്റ് ചെയ്തത്. മാത്രമല്ല ആ സംഗീതത്തിന്റെ ഒരു ചരിത്രം കൂടെ തുടക്കത്തിൽ പറഞ്ഞത്. പലതും പുതിയ അറിവുകളായിരുന്നു. അത് എവിടുന്നൊക്കെയാണ് എല്ലാ കൊട്ടേഷൻസും കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിന് ഒരു താളാത്മകമാക്കി എന്ന് പറയാം. വളരെ ഗംഭീരമായിട്ടാണ് സാർ പ്രസന്റ് ചെയ്തത്. അതൊരു പ്രത്യേക അഭിനന്ദനങ്ങൾ. കൂടാതെ സാർ നല്ലൊരു ഗായകൻ കൂടിയാണ്. ഇതിന് നമ്മളൊക്കെ പാട്ട് പഠിക്കാതെ പാടുന്നവരാ, കേട്ട് മാത്രം പരിചയിച്ച ആൾക്കാരാ. സാറിന് ഒരു ബേസ് ഉണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. അത് ഇൻട്രൊഡക്ഷൻ വളരെ നന്നായിരുന്നു. വളരെ ഞാനത് കയറിയില്ലായിരുന്നെങ്കിൽ വളരെ നഷ്ടമായിരുന്നു. ഒന്നാമത്തെ സെഷൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഇത് ഞാൻ നിർബന്ധിച്ച് അതിനകത്ത് കയറിയതാണ്. സാറേ സിദ്ദിഖ്, ബാലേന്ദ്ര മേനോൻ, അതുപോലെ തന്നെ ജഗദീഷ്, അവരൊക്കെ പാട്ട് പഠിച്ചിട്ടില്ല. അവരൊക്കെ നന്നായിട്ട് പാടും. അതുകൊണ്ട് ഇച്ചിരി പാടാൻ കഴിയുകൊണ്ട് ഞങ്ങൾ പാടിയേക്കാം, അത്രേ ഉള്ളൂ. അതെ, നമ്മുടെ സെൽഫ് എസ്റ്റീമിന്റെ പ്രശ്നമാണ്. എനിക്ക് പാടാൻ കഴിയുമെന്നൊരു തോന്നൽ വന്ന് പാടി തുടങ്ങിയ കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. ചെറിയൊരു കറക്ഷനൊക്കെ നമ്മൾ സ്വയം വരുത്തിക്കണം. നമ്മൾ ആസ്ഥാന ഗായകനാണെന്ന് വിചാരിച്ചു പോരുന്നത് മാത്രം. സാബു സാറ്, ഇന്ന് എനിക്ക് ഒരു തിരിച്ചറിവുണ്ടായി. എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഒരുപാട് പാട്ടുകൾ എനിക്ക് സാധാരണ ഞാൻ കളിയാക്കും, പാടുന്നവർക്ക് വരികൾ അറിയില്ല, വരികൾ അറിയുന്നവർക്ക് പാടാൻ അറിയില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പാടി തുടങ്ങിയപ്പോഴാണ് പല വരികളും നമുക്ക് മിസ്സാവുന്നത്. അതുകൊണ്ട് മോഹനരാഗം എന്നുള്ളൊരു നേരത്തെ പറഞ്ഞതുകൊണ്ട് അടുത്ത ആഴ്ച ഒന്ന് ഗംഭീരാക്കാൻ തോന്നുന്നു. തീർച്ചയായും അത് മതി. പക്ഷെ വളരെ ഗംഭീരമായിട്ട് സാബു സാറുടെയും ജോസഫ് സാറിന്റെയും സെലക്ഷൻസ് ഓഫ് സോങ്സ് അതിഗംഭീരമായിരുന്നു. എല്ലാം നമുക്ക് മനസ്സിലുള്ള പാട്ടുകളാണ്. പാടി തുടങ്ങിയപ്പോഴാണ് വരികളുടെ ഒരു പ്രശ്നം മനസ്സിലാക്കിയത്. ഒരു പാട്ട് കേൾക്കണം സാറേ, എപ്പോഴും കേട്ടോണ്ടിരിക്കുക പാട്ട്. അപ്പൊ നമുക്ക് വരികൾ ഇങ്ങനെ മിസ്സാവാതെ ഇരിക്കും. ഒരു കോമൺ മാൻ ഒരു സംശയം, അതുകൊണ്ട് ആരും ചിരിക്കാൻ പാടില്ല. ഒന്ന്, ഈ കല്യാണിയും ഈ മോഹനരാഗവും ഒക്കെ അതിൽപ്പെടുന്ന പാട്ടുകൾ ഏതാണ് എന്ന് എങ്ങനെ കണ്ടെത്തല്? ഇന്നൊരു ദിവസം അവൈലബിൾ ആണ്. കല്യാണി, മോഹനം രാഗം, ആ സെറ്റ് ഓഫ് പാട്ടുകൾ ഇങ്ങ് പോരും അല്ലേ? അതിഷ്ടംപോലെ പേര് ഇത് പറയുന്നുണ്ട്. ഒരേ തരത്തിലുള്ള പാട്ടുകൾ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ആ പാട്ടുകൾ ചുമ്മാ എഴുതിയെടുത്താൽ മാത്രം മതി. ഓക്കെ. ചിലർ 2 വരി 3 വരിയൊക്കെ പാട്ട് പാടുക, അതൊന്ന് എഴുതുക. ഏത് സിനിമ സ്വരങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അറിയണം. അതൊക്കെ സെക്കൻഡ് സ്റ്റേജ്. നമ്മൾ പാവപ്പെട്ടവരല്ലേ. അതൊക്കെ അത് ശ്രീമതി ടീച്ചറെ, അതൊക്കെ ടീച്ചർ ഇങ്ങനെ പഠിച്ചു ഞങ്ങള് കേട്ടിട്ടുള്ള അറിവല്ലേ. ഞങ്ങൾ വരും, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വരും, നോക്കാം. ജോസഫ് സാറേ, അനുരാഗിനുള്ള പാട്ട് ആരെങ്കിലും പാടില്ല? സാറൊക്കെ പാടുവോ? പാട് സാർ, പാടിയതാ. പാട് സാർ, ഒന്നുകൂടെ പാട്.
ഒന്നുകൂടി പാടും സാർ. ആ സാബു സാറ് പാടിയത്. സാബു സാർ പാടിയോ? ആ സാബു സാറ് ഇപ്പം പാട്ടൊക്കെ സാറേ ഒന്നുകൂടെ പാടി. ഗംഭീരമായിട്ട് പാടുമല്ലേ? ഞാൻ ഒന്നുകൂടെ പാടാം. ആ അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു കേട്ടോ. ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ് പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. സാറേ അതുപോലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എനിക്കറിയുന്ന ഒരു പാട്ടുണ്ട്, ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ. അത് കല്യാണിയാണോ മോഹനമാണോ എനിക്കറിയില്ല സാർ. അത് ഏതാണെന്നറിയാമോ ആർക്കെങ്കിലും? അല്ല, ബാബുരാജ് മാസ്റ്റർ ആയതുകൊണ്ട് ഹിന്ദുസ്ഥാനി രാഗമായിരിക്കും. ഒരു മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ മുടിയിൽ ചൂടാൻ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. അതൊക്കെ ജ്യോതികുമാർ സാർ നല്ല സൗണ്ടാണ്, ഒരു ഗായകനുള്ള സൗണ്ടാണ്, യൂട്ടിലൈസ് ചെയ്യണം സാർ. അടുത്ത ആഴ്ച റെഡി ആയിക്കോളൂ. ജോഷ് സാർ എന്താ പറയുന്നുണ്ട്? സാറേ, ഈ രാഗത്തിന് ഈ പേര് കൊടുക്കുമ്പോഴേ, ഈ മോഹന രാഗം അല്ലെ കല്യാണ അങ്ങനെ പേര് കൊടുക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? സാർ ആരോടാ ഇത് ചോദിക്കുന്നത്? അതായത് വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിൽ സംഗീതം നിലനിന്നിരുന്നു. പുരാതന കാലം മുതൽക്ക് അന്ന് സംഗീതം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിനെ പറയാം. ആ കാലഘട്ടത്തിലെ ഒരൊറ്റ സംഗീത സരണി മാത്രമേ ഭാരതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉത്തരേന്ത്യയില് സംഗീതത്തിന് വ്യത്യാസം വന്നു. അതായത് കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ നമ്മുടെ രാജ്യത്ത് കുറെ കച്ചവടത്തിനൊക്കെ ധാരാളം പേരൊക്കെ വന്നില്ലേ. അപ്പൊ അവര് കഥകളും കൂടി ലയിച്ചപ്പോ ആ സംഗീതത്തിന് അവിടുത്തെ ഭാരതീയ സംഗീതം, അതായത് നമ്മുടെ മൊത്തത്തിലുള്ളതിലെ ആ ഭാഗത്തെ സംഗീതത്തിന് വ്യത്യാസം വന്നു. അതാണ് ഹിന്ദുസ്ഥാനി സംഗീതം. നമ്മുടെ ഈ വിന്ധ്യപർവ്വതത്തിലെ തെക്ക് ഭാഗത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ നമ്മുടെ പണ്ടത്തെ ആ ഭാരതീയ സംഗീതം തന്നെ നിലനിന്നു. അതാണ് കർണാടക സംഗീതം. അപ്പോ ഇതെന്താണ് ഈ രാഗം എന്നൊക്കെ പറയുന്നത്? അതൊക്കെ വളരെ അതിനേക്കാൾ വളരെ പണ്ട് കാലത്തെ ഉള്ള സംഗീതമാണ് നമ്മുടെ ഭാരതീയ സംഗീതം. അപ്പൊ അന്ന് 72 മേളകർത്ത രാഗങ്ങളായിട്ട് ഈ രാഗങ്ങളൊക്കെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ആ 72 മേളകർത്ത രാഗങ്ങളിലെ അടിസ്ഥാന രാഗങ്ങളാണ് ഈ 72 മേളകർത്ത രാഗങ്ങൾ. അതിൽ നിന്ന് ജനിച്ചവയാണ് ഇപ്പൊ ഈ മോഹനം, അതുപോലെ തന്നെ ഹിന്ദോളം എന്നൊക്കെ പറയുന്ന ധാരാളം ചെറിയ ചെറിയ രാഗങ്ങളുണ്ട്. അപ്പൊ ഈ മോഹനത്തെ കുറിച്ച് അതാണ് ഞാൻ പറയുമ്പോ അങ്ങനെ ഓരോ രാഗം പുതിയത് കണ്ടുപിടിക്കുമ്പോൾ അതിന് പേരിടുന്നതാണ്. ആ രാഗത്തിന്റെ മേളകർത്ത രാഗം കല്യാണി. അപ്പൊ ഇപ്പൊ മോഹനത്തിന്റെ മേളകർത്ത രാഗം ഇതാണ് ഹരികാംബോജിയാണ്. ഹരികാംബോജി ഒരു മേളകർത്ത രാഗമാണ്. ഇപ്പൊ 72 മേളകർത്ത രാഗങ്ങളിലെ ആദ്യത്തെ 15ാമത്തെ മേളകർത്ത രാഗമാണ് മലകുള. അതായത് അപ്പൊ നമ്മുടെ ഇതിലുള്ള ജന്യരാഗങ്ങളെ കുറിച്ചൊക്കെ സത്യം പറയാച്ചാൽ ഈ സംഗീത ക്ലാസ് എന്ന് വെച്ചാൽ ഒറ്റ ക്ലാസ് കൊണ്ട് 2 ക്ലാസ് കൊണ്ട് തീർക്കാൻ ഒരിക്കലും കഴിയില്ല. എന്ന് വെച്ചാൽ ഒരു 2 മാസം 3 മാസം ശരിക്കും 4 കൊല്ലം തന്നെ ആയാലും നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ അറിവ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. അപ്പൊ അത്രയ്ക്കും സംഭവമാണ് ഈ സംഗീതം എന്ന് വെച്ചാല്. ചെറിയൊരു അറിവ് അത് കിട്ടാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടോ. യേശുദാസ് തന്നെ പറയണില്ലേ, സമുദ്രമാണ്, ഈ സമുദ്രത്തെ തീരത്ത് കുറച്ച് മണ്ണ് കയ്യിലെടുത്ത എത്രയുണ്ട്, അത്ര അറിവ് ഒരു സംഗീതത്തെ കുറിച്ചിട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്നാണ്. കാരണം സംഗീതം നമ്മൾ അടുക്കും തോറും അകന്നോട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ എത്ര പഠിച്ചു അപ്പോഴും നമുക്ക് അറിയാനും ഉണ്ട് ധാരാളം. അറിഞ്ഞ സംഭവം തന്നെ നമ്മൾ ശരിക്കും പഠനം അതങ്ങോട്ട് വരുത്താൻ ഭഗവാന്റെ ഒരു കാരുണ്യം തന്നെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് സംഗീതത്തെ കുറിച്ചിട്ട്. അതുകൊണ്ട് ഒരു ചെറിയ ക്ലാസ്സിലൊന്നും നമുക്ക് സംഗീതത്തെ കുറിച്ചൊന്നും മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ആർക്കും പ്രശ്നം തോന്നരുത് കേട്ടോ. താങ്ക് യു സർ. അതായത് രാത്രി പേരിടുന്നതൊക്കെ പണ്ട് കാലത്തെ
അതൊക്കെ കുറെയൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതില് ഈ ഓരോ സംഗീതജ്ഞന്മാര് ഓരോ പാട്ടുകൾക്ക് ചെയ്തിട്ട് അതൊക്കെ നമ്മളിപ്പോ കാണണം. അതും ലൈറ്റ് മോഡല്, ലൈറ്റ് ഈ പക്ക ക്ലാസിക്കല് നമുക്ക് തൊടാൻ പറ്റില്ല. സോറി സാർ, ഞാൻ ഇങ്ങനെ പറഞ്ഞു വെച്ച് വിഷമമൊന്നും വിചാരിക്കരുത്, സത്യമാണ്. നമ്മളെ അങ്ങോട്ട് എത്തും, നമ്മളൊക്കെ അങ്ങോട്ട് എത്തും. നമ്മളെ കൊണ്ടാകാവുന്ന തലങ്ങളിൽ ഓക്കെ സാർ, ഓക്കെ സാർ. ഉള്ള അറിവുകൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വേദി. ഈ ശ്രീമതി മാം ടീച്ചറാണോ? മിസ് ടീച്ചറാണോ? സംഗീത ടീച്ചറാണ്. യെസ്. വെരി ഗുഡ്. എവിടെയാ സാറേ ടീച്ചറെ? ശ്രീമതി മാം, ഞങ്ങളെ ചെറിയ രീതിയിൽ ഒന്ന് സംഗീതം പഠിപ്പിക്കാവോ? കണ്ടോ, ഒരൊറ്റ ദിവസം കൊണ്ട് ആള് മാറുന്നു കണ്ടോ. ആള് സൂത്രത്തിൽ പഠിക്കാൻ നോക്കുന്നത് കണ്ടോ. ദക്ഷിണയൊക്കെ വെച്ചിട്ട് പഠിപ്പിച്ചാൽ മതി. അല്ല സാബു സാറേ, ഇത്രയും സംഗീത വിദുഷികളുള്ള ഒരു മറ്റേ പ്ലാറ്റ്ഫോം ഞാൻ മനസ്സിലാക്കിയില്ല. സാറേ ഇനിയുണ്ട്. നമ്മളിത് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യം ഒന്ന് ക്ലാരിറ്റി റെഡിയാക്കിയിട്ട് വേണം. സത്യത്തിൽ ശരിക്കും പാട്ട് പാടാൻ അറിയുന്ന ഇഷ്ടംപോലെ പേര് എനിക്കറിയാം. ഞാൻ അവരെ ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ലെവലത്തിൽ എത്തണ്ടേ. അതിനുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ഫിലോമിന മാഡം അല്ലെങ്കിൽ രാജി മാഡം അവരൊക്കെ തിരക്കിലായി. അല്ല, ഈ ഫ്ലയർ ഞാൻ അയച്ചു കൊടുത്തിട്ട് നിങ്ങളിത് കണ്ടു കാണും എങ്കിലും ഒരു ജെന്റിൽ റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് 4 പേർക്ക് അയച്ചു കൊടുത്തു. ഈ സംഗീതം ആയതുകൊണ്ട് ഫിലോമിന മാഡം, രാജി മാഡം, നമ്മുടെ മറ്റേ 2 പേർ കൂടെ ഉണ്ട്. ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്താൽ മതി. അവരെല്ലാവരും കൗമുദി മാഡം ഉണ്ട്. എല്ലാവരും തിരക്കിലായതുകൊണ്ടാവും സർ. തിരക്കില എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അവർക്കൊരു സ്പെഷ്യൽ റിമൈൻഡർ കൂടെ ഞാൻ അയച്ചു എന്ന് പറയാം. ഓക്കെ. സംഗീത അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ശ്രീമതി മാം ഉണ്ട്, അനിൽകുമാർ സാറുണ്ട്. അനിൽകുമാർ സാറൊക്കെ നല്ലോണം പാട്ട് പാടുന്ന. ജോസഫ് ജോൺ സാർ പിന്നെ നമ്മുടെ നേതാവാണ്. ഗീതാ മാം ഉണ്ട്. ബാക്കി നമുക്കും കൂടി ആയി വരാം. ഗോകുമാർ സാർ എന്താ ഒന്നും മിണ്ടാത്ത? കുറച്ചു കാലം കഴിയുമ്പോഴേ ഞാൻ മിണ്ടായിരിക്കുന്ന പാട്ട് കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് കയറിയെന്നുള്ള പാടാൻ അത് ഞങ്ങൾ ശരിയാക്കി തരുന്നുണ്ട്. സാറിന് മർമ്മം മാത്രമല്ല, പാട്ടും വഴങ്ങും ഞങ്ങൾ കാണിച്ചു തന്നെ കഴിയില്ല. ഇപ്പൊ ഞാനൊരു അപകർഷമായിട്ടുള്ളത്. അയ്യോ, അങ്ങനെ ചിന്തിക്കരുത്. സാറേ നമുക്കൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. ഇത് നമ്മുടെ വിൽ പവർ ആണിത്. ഇത് സത്യം പറഞ്ഞ ജോസഫ് സാർ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോ ഞാൻ സാറിന്റെ പുറകെ നടക്കുവായിരുന്നു. എത്ര ആഴ്ചകൾ ഞാൻ സാറിന്റെ പുറകെ നടന്നറിയും. ഇതൊന്ന് ഓപ്പൺ ആക്കാൻ, ഒന്ന് ലോഞ്ച് ചെയ്യാൻ. അങ്ങനെയാണ് രാഗത്തെ കുറിച്ചും ഓരോരോ രാഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് പാട്ട് പഠിക്കണമെന്നൊക്കെ തോന്നും. അപ്പൊ നമുക്ക് ദക്ഷിണയോടുകൂടി ശ്രീമതി മാമിനെയൊക്കെ ദക്ഷിണയ്ക്കൊന്നും പ്രശ്നമില്ല. ദക്ഷിണയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം. താങ്ക് യു. നാളത്തെ ദിവസം നമ്മൾ ഒരു നല്ല അടിപൊളി ബുക്കാണ്, ട്രാൻസാക്ഷൻ അനാലിസിസുമായി ബന്ധപ്പെട്ട ഗെയിംസ് പീപ്പിൾ പ്ലേ എന്ന് പറയുന്ന ബുക്കാണ് നാളെ റിവ്യൂ ചെയ്യുന്നത്. ഡോക്ടർ KT ജോഷി സാറാണ് റിവ്യൂ ചെയ്യുന്നത്. സൈക്കോളജിക്കൽ ടോപ്പിക്കാണ് സാധാരണ നമ്മൾ തിങ്കളാഴ്ച എടുക്കാറുള്ളത്. നാളെ ഒരു പക്ക സൈക്കോളജിക്കൽ ടോപ്പിക്കാണ്, ബുക്കാണത്. ഓക്കെ, ഇപ്പൊ നമുക്ക് നാളെ കാണാം. ഇതുവരെ നമ്മുടെ കൂടെ പാട്ട് പാടുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്ത എല്ലാവർക്കും നമസ്കാരം. അതുപോലെ ജോസഫ് ജോൺ സാറിന് പ്രത്യേകം ഒരു നന്ദി. അപ്പൊ അടുത്ത ആഴ്ചയിൽ ഞായറാഴ്ച ദിവസം മോഹനരാഗവുമായി നമ്മൾ വീണ്ടും വരും. അതുവരെ വെയിറ്റ് ചെയ്യേണ്ട. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിയാകുമ്പോൾ പറയാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. Thank you all. Good night.